നമ്മളിങ്ങനെ അന്തം വിട്ടിരുന്നു. വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കേന്ദ്രമന്ത്രിയായിരുന്ന, ടെക്നോളജിയൊക്കെ നന്നായി ഉപയോഗിക്കുന്ന ഒരു പ്രമുഖ ദേശീയ രാഷ്ട്രീയ നേതാവാണ് ഇത് പറയുന്നത്. 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അതിൽ മരണപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണമാണ് ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്നുള്ളത് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരറിയാം. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കേരളത്തിൽ ഏറ്റവും കമ്മിയാണ്. നല്ലതാണ്. പക്ഷെ അതിന്റെ അണ്ടർലൈൻ ഫാക്ടർ ഒന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ യൂത്ത് മൈഗ്രേഷൻ കേരളത്തിൽ നിന്നാണ്. അപ്പൊ യൂത്ത് അല്ലേ കുട്ടികളുണ്ടാക്കുന്നത്. അപ്പൊ കുട്ടികളുണ്ടാക്കുന്ന യൂത്ത് ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇൻഫന്റ് മോർട്ടാലിറ്റി കമ്മിയാവില്ലേ? 11 കോടിയാണ് ഒരു വർഷം OP. നമ്മുടെ നാട്ടിലെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിക്കാർ നാളെ പറയാനിടയുള്ളത് 3 കോടി കൂടുതലല്ലേ കേരളത്തിൽ ജനസംഖ്യയുള്ളൂ, പിന്നെ എങ്ങനെയാ 11 കോടി OP വന്നതെന്നായിരിക്കും അടുത്ത പ്രചാരവേല വരാനിടയുള്ളത്. ഈ 3 കോടി ജനങ്ങൾ ഒരു വർഷം പലതവണ OPയിൽ വരുന്നതാണ് ഈ 11 കോടി. ഞാൻ ഇത് പറയാൻ കാരണം ഇന്ന് വളരെ കൗതുകകരമായൊരു വീഡിയോ കാണുകയുണ്ടായി. ഫസ്റ്റ് ഓഫ് ഓൾ ഈ നമ്മൾ 30 കൊല്ലം 40 കൊല്ലം നോക്കണ്ട. അത് നോക്കിയിട്ട് ഒരു കാര്യമില്ല. കാരണം അടുത്ത 10 കൊല്ലം തന്നെ എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു ഡിസ്ട്രപ്ഷനാണ് വരാൻ പോകുന്നത്. അപ്പൊ നമ്മൾക്ക് ഒരു തീരുമാനം സേഫ് ആയിട്ട് എടുക്കാം. എന്താണെങ്കിലും ഭാവിയെ തീരുമാനിക്കുന്ന എന്ത് ട്രെൻഡ് ആണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ ഇൻഗ്രീഡിയന്റ് ആയിരിക്കും നമ്മുടെ കുട്ടികൾ, നമ്മുടെ ടാലന്റഡ് കുട്ടികൾ. നമ്മളുടെ സ്ഥിതി എന്താണെന്ന് ഞാൻ പേര് പറയുന്നില്ല. ഒരു രാഷ്ട്രീയക്കാരൻ ഇന്നലെ മിനിഞ്ഞാന്ന് ഞാനൊരു പോഡ്കാസ്റ്റ് കാണുകയാണ്. അയാള് വളരെ അഭിമാനത്തോട് പറയാ, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കേരളത്തിൽ ഏറ്റവും കമ്മിയാണ്. നല്ലതാണ്. പക്ഷെ അതിന്റെ അണ്ടർലൈൻ ഫാക്ടർ ഒന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ യൂത്ത് മൈഗ്രേഷൻ കേരളത്തിൽ നിന്നാണ്. അപ്പൊ യൂത്ത് അല്ലേ കുട്ടികളുണ്ടാക്കുന്നത്. അപ്പൊ കുട്ടികളുണ്ടാക്കുന്ന യൂത്ത് ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇൻഫന്റ് മോർട്ടാലിറ്റി കമ്മിയാവില്ലേ? അപ്പൊ ഇത് അല്ല, ഒരു ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ഇൻഡെക്സ് എടുത്തിട്ട് നമ്മൾ അസസ് ചെയ്യുന്നത് കറക്റ്റ് അല്ല. നമ്മളിപ്പോ അത് ആരാണെങ്കിലും ഇത് രാഷ്ട്രീയ പ്രിസം കൂടെ നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കുട്ടികൾ ഇന്ന് പഠിക്കാനും തൊഴിലവസരങ്ങൾക്ക് വേണ്ടിയിട്ടും സ്റ്റാർട്ടപ്പും ഓൺട്രപ്രണർഷിപ്പിനും ഇവിടുന്ന് പുറത്തു പോകുന്നു. ഇതാണ് സ്ഥിതി. ഞാൻ ഒന്നുകൂടി നോക്കിയത് AI ആണോ അതോ റിയൽ ആണോ നോക്കിയല്ലോ. റിയലാ. കേരളത്തിലെ ഒരു കേന്ദ്രമന്ത്രിയായിരുന്നയാൾ, വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾ, അദ്ദേഹം പറയുകയാണ് ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് 5 എന്നുള്ളത് ചിലർ അഭിമാനപൂർവ്വം പറയുന്നുണ്ട്. എന്താ അതിന് കാരണം? അതിന് കാരണം ഈ കുട്ടികൾ, അത് ചെറുപ്പക്കാരാണല്ലോ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത്, അവരെല്ലാം വിദേശത്തേക്ക് പോവാണ്. ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്നു. അപ്പൊ ആ കോണ്ടെക്സ്റ്റിൽ നോക്കുമ്പോ സ്വാഭാവികമായിട്ട് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കുറയില്ലേ? നമ്മളിങ്ങനെ അന്തം വിട്ടിരുന്നു. വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കേന്ദ്രമന്ത്രിയായിരുന്ന, ടെക്നോളജിയൊക്കെ നന്നായി ഉപയോഗിക്കുന്ന ഒരു പ്രമുഖ ദേശീയ രാഷ്ട്രീയ നേതാവാണ് ഇത് പറയുന്നത്. 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അതിൽ മരണപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണമാണ് ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്നുള്ളത് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരറിയാം. അതാണ് ഈ 5ൽ നിൽക്കുന്നത്.